വളരെ ഞെട്ടിപ്പിക്കുന്ന വേദനാജനകമായ വാർത്തകളാണ് SIR-മായി ബന്ധപ്പെടുത്തി വന്നുകൊണ്ടിരിക്കുന്നത്. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന ഇലക്ഷൻ കമ്മീഷന്റെ കേട്ടാൽ മനോഹരമെന്ന് തോന്നുന്ന പരിപാടിയുടെ ഒരു ദുരന്ത അനുഭവ കഥയാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഇന്ന് വന്നിരിക്കുന്ന ഹിന്ദുവിൻ്റെയൊക്കെ റിപ്പോർട്ട് അനുസരിച്ച് ഗോവയിൽ 77% SIR നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ 23% ആയിട്ടുള്ളൂ. ഇതിനിപ്പോൾ ഡേറ്റ് തീരാൻ പോകുന്നു. 9-ാം തീയതിക്കകത്ത് ഇതെല്ലാം ചെയ്യണം. അപ്പോൾ 9-ാം തീയതി ഇത് വരും. ഈ നമ്മുടെ ലിസ്റ്റ് വരേണ്ടതാണ്. ഫസ്റ്റ് ലിസ്റ്റ് ഡിസംബർ 9-ന് വരണം. വോട്ടേഴ്സ് ലിസ്റ്റ് വരണം. അപ്പോൾ അതിന് മുമ്പേ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇതെല്ലാം തീർക്കേണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് നടന്നൊരു ദുരന്ത കഥ ഞാനങ്ങ് പറയാം. ഇതാണ് ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷനിൽ ഇരിക്കുന്നവർ ഇത് കാണണം. BLOമാരടക്കമുള്ള മോളിലോട്ടുള്ള എല്ലാവരും ഇത് കാണുക. കാരണം ആക്ച്വലി സംഭവിച്ചൊരു കഥയാണ് കഥയല്ല, സംഭവിച്ചൊരു കാര്യമാണ് പറയുന്നത്. എൻ്റെ സുഹൃത്തിന് സംഭവിച്ചൊരു കാര്യമാണ് പറയുന്നത്. എൻ്റെ ഒരു സുഹൃത്ത്, അവരെ വീട്ടിൽ 4 വോട്ടുണ്ടായിരുന്നു. അച്ഛനും ആ സുഹൃത്തിനും സുഹൃത്തിന്റെ ഭാര്യയ്ക്കും 2 മക്കൾക്കും. അവർ കഴിഞ്ഞ അസംബ്ലിയിൽ വോട്ട് ചെയ്തവരാണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്തവരാണ്. അവർക്ക് പെട്ടെന്ന് രാവിലെ ഈ തിരക്കിനിടയിൽ അദ്ദേഹം വിട്ടുപോയി, വോട്ട് ചെയ്യേണ്ട കാര്യം വിട്ടുപോയി. യഥാർത്ഥത്തിൽ SIR-ന്റെ പരസ്യം വന്നപ്പോഴും ചാനൽ വഴിയും TV വഴിയും റേഡിയോ വഴിയും FM വഴിയും എപ്പോഴും SIR-ൽ പറയുന്നത് BLOമാർ നവംബർ 4-നും ഡിസംബർ 4-നും ഇടയ്ക്ക് BLOമാർ വീടുകൾ സന്ദർശിക്കും. എന്നാൽ ഈ പറഞ്ഞ സുഹൃത്തിന്റെ വീട്ടിൽ ഫുൾ ടൈം ആളുണ്ട്. അവിടെ മക്കൾ പഠിക്കുന്നതായതുകൊണ്ട് അവർ വീട്ടിലുണ്ട്. അവിടെ ആരും ഈ ദിവസങ്ങളിൽ വന്നില്ല. അപ്പോഴാണ് അവിടുത്തെ ആ സുഹൃത്ത്, എൻ്റെ സുഹൃത്ത്, ഉടനെ തന്നെ ഫോൺ എടുത്ത് ഒരു സംശയം തോന്നിയതുകൊണ്ട് SIR-കാർ വന്നില്ലല്ലോ എന്നുള്ള സംശയം തോന്നിയതുകൊണ്ട് അവിടുത്തെ അസോസിയേഷന്റെ സെക്രട്ടറിയെ വിളിക്കുന്നു. അസോസിയേഷൻ സെക്രട്ടറി പറഞ്ഞു, അയ്യോ അതിന്റെ ഡേറ്റ് ഒക്കെ ആയല്ലോ, ഇവിടെയല്ല വരേണ്ടത്, സ്കൂളിൽ ചെല്ലണം, തൊട്ടടുത്തുള്ള സ്കൂളിൽ ചെല്ലണം. അപ്പൊ തന്നെ നിയമം ലംഘിക്കപ്പെട്ടു, പോട്ടെ. അങ്ങനെ ആ സുഹൃത്ത് സ്കൂളിൽ പോയി. അപ്പൊ സ്കൂളിൽ പോയപ്പോഴാണ് അതിനിടയിൽ സെക്രട്ടറി ആ സുഹൃത്തിന് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചു കൊടുത്തു. വില്ലേജ് ഓഫീസറുടെ ഒരു വാട്സപ്പ് മെസ്സേജ്, നിങ്ങൾ ഇന്ന സ്കൂളിൽ, ഞാൻ സ്ഥലം പറയാത്തത് ഇത് അങ്ങനെ ഒരു ഇലക്ഷൻ കമ്മീഷനൊന്നും അങ്ങനെ നമ്മൾ അധിക്ഷേപിക്കേണ്ട എന്നുള്ള കാര്യം പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ ഇന്ന സ്കൂളിൽ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ അവിടെ BLOമാരുണ്ടായിരിക്കും, അവിടെ ചെല്ലേണ്ടതാണെന്നുള്ള അറിയിപ്പ് റെസിഡൻസ് അസോസിയേഷനിൽ എല്ലാവരും അറിയിക്കാനായിട്ടാണ് സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത്. അപ്പൊ ആ വാർത്തയും ആ സുഹൃത്തിന് കിട്ടി. ഇതെല്ലാം കൂടെ കൊണ്ട് നേരെ സുഹൃത്ത് BLOമാരെ കാണാനായിട്ട് സ്കൂളിൽ ചെല്ലുന്നു. സ്കൂളിൽ ചെല്ലുമ്പോൾ നല്ല മഴയുള്ള ദിവസമാണ്, കൂരാങ്കൂരി ഇരുട്ടാണ്, ഫാനില്ല, ട്യൂബില്ല, ഒന്നുമില്ല. ഈ BLOമാർ 2-3 വനിതകളാണ് ഉണ്ടായിരുന്നത്. അവിടെ ഉച്ച സമയമാണ്. ബാക്കിയുള്ളവർ ഊണ് കഴിക്കാൻ പോയിരിക്കുന്നു. അത് ശരിയാണ്, ഊണ് കഴിക്കാൻ പോണ സമയമാണ്. 2:30 മണിയായി, 2:15 മണിയായി. അപ്പൊ ഉണ്ടിട്ട് വരാനുള്ള സമയമാണ് ശരിക്ക്. അപ്പോൾ ശരിക്കും 2 മണിക്ക് വന്നുകൂടെ എന്ന് ചോദിച്ചാൽ അവർ പോയത് ചിലപ്പോൾ 1:45, അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ കാരണം തിരക്ക് പിടിച്ചൊരു ജോലിയാണല്ലോ. അവരവിടെ ഉണ്ടായിരുന്നു. അതിൽ ഒരു വനിതയോട് എൻ്റെ സുഹൃത്ത് ചോദിച്ചു, ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഞാനല്ല മറ്റൊരാളാണ് നോക്കാൻ പറഞ്ഞു. ഒരു സൗഹൃദത്തിൽ ചോദിച്ചു, വീടുകളിൽ വരേണ്ടതല്ലേ, വീട്ടിൽ വന്നല്ലേ നിങ്ങളിത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഭാവം മാറി. ആരുടെ വീട്ടിൽ, എന്താണ്, ആര് പറഞ്ഞു, അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞ് സംഭാഷണത്തിന്റെ രൂപം മാറി. അപ്പൊ അദ്ദേഹവും സംസാരിച്ചു, അല്ല വീട്ടിൽ വരണമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും സംഭവിച്ചില്ല. ഉടനെ തന്നെ പറഞ്ഞു, അത് ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, വില്ലേജ് ഓഫീസർ വേണം, ആ വില്ലേജ് ഓഫീസർ ഇങ്ങനെ പറഞ്ഞിരിക്കണം, നിങ്ങൾ പരാതി കൊടുക്കൂ, അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞ് അത് വേറൊരു ഡക്ക് ഓഫ് വാറിലേക്ക് പോയി. വഴക്കൊന്നുമല്ല, എങ്കിലും രണ്ടുപേരും സൗഹൃദമായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ സംസാരം വേറെ ലെവലിലേക്കൊക്കെ മാറി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് BLOമാർ പറയുന്നത്. അപ്പം ഇലക്ഷൻ കമ്മീഷൻ ഒന്ന് പറയുക, ജനങ്ങളോട് പത്രത്തിൽ ഒരു കാര്യം പറയുക, BLOമാർ വീട്ടിൽ വരാതിരിക്കുക. എന്നിട്ട് അവർ പറഞ്ഞ കാര്യം, ഞങ്ങൾ ഒരു റൗണ്ട് പോയി, പറഞ്ഞ സുഹൃത്തിന്റെ വീട്ടിൽ ആളില്ലാതിരിക്കും. അപ്പൊ സുഹൃത്ത് പറഞ്ഞു, എന്റെ വീട്ടിൽ ഫുൾ ടൈം ആളുണ്ടല്ലോ, എന്റെ വീട്ടിൽ പകലൊക്കെ ആളുണ്ട്, രാത്രി ഞങ്ങളും ഉണ്ട്. അപ്പൊ പറഞ്ഞു, അതല്ല അവിടെ ആള് കാണത്തില്ല എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ എല്ലാ വീട്ടിലും പോയിട്ടില്ല. ഇവര് സൗകര്യത്തിന് സ്കൂളിൽ ഇരുന്നു എന്നുള്ളതാണ് സംഭവം. ശരി, സ്കൂളിൽ ഇരിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ്? 3 കോളമാണ്, 3 സെക്ടറാണ് ഉള്ളത്, 3 പാർട്ടാണ്. നമ്മൾ ഈ ഫോം എടുക്കുമ്പോൾ 3 പാർട്ടാണ്. ഒന്നാമത്തെ പാർട്ട്, അതിന്റെ മുകളിലൊരു ഭാഗമുണ്ട്, ആളിന്റെ ഫോട്ടോ. അതെ, 2020 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വോട്ടർ ID-യും അതിന്റെ ഡീറ്റെയിൽസും പിന്നെ അതിന്റെ ഒരു ഫോട്ടോയും ഉണ്ട്. വലതുവശത്ത് ഒരു സ്പേസ് ഉണ്ട്, ഒരു ഫോട്ടോ വേണമെങ്കിൽ ഒട്ടിക്കാൻ, വേണമെങ്കിൽ ഓപ്ഷണലാണ്. ഫോട്ടോ മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ ഒട്ടി, അത് തന്നെ വരും ഇനി വരാൻ പോണ കാർഡിൽ. അത് ഈ അടുത്ത SIR കഴിഞ്ഞ് വരുന്നത്. അത് കഴിഞ്ഞ് 3 ബ്ലോക്കാണുള്ളത്. ഒന്നാമത്തെ ബ്ലോക്കിൽ വിവരങ്ങൾ, പേര്, ഇങ്ങനെ ആധാർ ID, ഈ കാര്യം, ആധാറല്ല പിന്നെ സ്ഥലം, അതൊക്കെ എഴുതണം. അടുത്ത 2 കോളമുണ്ട്, 2 വലതുവശത്ത് ഇടതുവശത്ത്. അതാണ് കഥ. ഇടതുവശത്ത് അതിനകത്ത് എഴുതിയിരിക്കുന്നത് മുൻപ് SIR-ൽ പേരുണ്ടായിരുന്നെങ്കിൽ രേഖപ്പെടുത്തണം. മുൻപെന്ന് പറഞ്ഞാൽ ഏത് വർഷം? ആ ഫോം കണ്ടാൽ മനസ്സിലാവില്ല. ആ ഫോം അബദ്ധ പഞ്ചാംഗമാണ്. ആ ഫോം അതിനകത്ത് അങ്ങനെ എഴുതിയിട്ടില്ല. പിന്നെ വോട്ടറുടെ പേര്, വോട്ടറുടെ EPFI, അതായത് പഴയ നമ്പർ ഉണ്ടെങ്കിൽ, പിന്നെ ബന്ധം, ആരുടെ ബന്ധം, അടുത്തൊരു കോളമാണ് ബന്ധം. ആരുടെ ബന്ധം? അച്ഛന്റെ ബന്ധവും അമ്മയുടെ പേരോ. അച്ഛന്റെ പേരെന്നങ്ങ് എഴുതിയാൽ പോരെ.
അങ്ങനെ അല്ലെങ്കിൽ അതിലുള്ള ആളിന്റെ പേര് അതിന്റെ ഉണ്ടാവുന്ന രക്ഷാകർതൃ സ്ഥാനത്തുള്ള SIRലെ 2002 ഹെഡിങ് തന്നെ വേണ്ട എന്താണ് ആ ബ്ലോക്കിന്റെ 2002 താങ്കളുടെ വോട്ടേഴ്സ് 2002 വോട്ടേഴ്സിൽ താങ്കളുടെ പേരുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ പൂരിപ്പിക്കുക. അതിന്റെ വലതുവശത്ത് കൊടുക്കേണ്ടതാണ് 2002 താങ്കളുടെ വോട്ടേഴ്സിൽ താങ്കളുടെ പേരില്ലെങ്കിൽ ഇടതുവശത്ത് കൊടുത്തിരിക്കുന്ന താങ്കളുടെ ഏതെങ്കിലും ബന്ധുക്കളുടെ ഡീറ്റെയിൽസ് ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ 2002 ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക എന്നല്ലേ ഫോറത്തിൽ എഴുതേണ്ടത്. അപ്പൊ മനുഷ്യന് മനസ്സിലാകാത്തൊരു ഫോറം ഡിസൈൻ ചെയ്യുക. എന്നിട്ട് അവസാനം 2002 കഥ ഈ സുഹൃത്ത് അപ്പൊ 2002 വോട്ട് എടുക്കണം. 2002 എവിടെയാണ്? അപ്പൊ 4 പേരിൽ 2 മക്കൾക്ക് 2002 വോട്ടില്ല. അവർ അതിനുശേഷം ജനിച്ച കുട്ടികളാണ്. ഇപ്പൊ പക്ഷെ വോട്ട് പ്രായമായി. അപ്പൊ അതുകൊണ്ട് അവരെ കോളത്തിൽ എഴുതണം. ഇനി ആ വോട്ടുള്ള അച്ഛന്റെ അമ്മയുടെ പോയ സുഹൃത്തിന്റെയും ഭാര്യയുടെയും കോളത്തിൽ എഴുതണം. എന്തെഴുതണം? ഈ പിന്നെ 2002 എവിടെയാണ് വോട്ടെന്ന്. ഇതിന്റെ ഒരു നിർഭാഗ്യം പറ്റിയത് ഈ സുഹൃത്ത് പല വീടുകളിൽ ജോലി സംബന്ധമായി വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. അപ്പൊ 2002 എവിടെയാണ് താമസിച്ചെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ വോട്ട് എവിടെ ചെയ്തു എന്ന് അറിയത്തില്ല. ഭാര്യയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് കുറച്ച് വർഷം ആയിട്ടുള്ളൂ. അപ്പൊ ഭാര്യ ഇനി വോട്ട് ചെയ്ത് എവിടെ നിന്നല്ല ഭാര്യയുടെ വീട് വെച്ചാണോ വോട്ട് ചെയ്തിരിക്കുന്നത്, അതോ വാടക വീട് വെച്ചാണോ വോട്ട് ചെയ്തിരിക്കുന്നത്, വാടക എന്നെ സ്വന്തം നാട്ടിലെ വീട്ടിൽ വെച്ച് സുഹൃത്തിന്റെ നാട്ടിലെ വീടാണോ? ഇങ്ങനെ സുഹൃത്തിന് ആകെ ഒരു കൺഫ്യൂഷനായി. എന്താ ചെയ്യുക? അപ്പോ യഥാർത്ഥത്തിൽ ഇതിനകത്ത് പറയുന്ന BLOമാർ വീട്ടിൽ വരുമെന്നും BLOമാർ സഹായിക്കുമെന്നൊക്കെയാണ്. അപ്പൊ BLO എന്ത് ചെയ്യുന്നു? BLO പറഞ്ഞു ഇവിടെ തിരക്കാണ്, നിങ്ങൾ ഈ ഡീറ്റെയിൽസ് കൊണ്ടുവന്നാൽ പൂരിപ്പിക്കാൻ നമുക്ക്. ആകെ കൺഫ്യൂഷൻ ആയില്ലേ, ആകെ പ്രശ്നമായില്ലേ? അവസാനം ഈ സുഹൃത്ത് ആകെ പ്രാന്തായി പലവട്ടം അവിടെ പോകുന്നു, രാവിലെ പോകുന്നു, ഉച്ചയ്ക്ക് പോകുന്നു. പോയപ്പോൾ ആ BLOമാരെയും കുറ്റം പറയാൻ കഴിയത്തില്ല. അവരുടെ കറണ്ട് ഇല്ല. അവിടെ റൂം കൊടുത്തതേ ശരിയല്ല, അവിടെ ഇരുന്നല്ല ചെയ്യേണ്ടത്. ഒന്നാമത് BLOമാർ വീട്ടിൽ പോയാണ് ചെയ്യേണ്ടത്. അതിനുള്ള സമയം കൊടുക്കണമായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ. 1.5 മാസം കൊണ്ട് ഇത് ചെയ്യാൻ പറഞ്ഞാൽ 1 മാസം കൊണ്ട് കംപ്ലീറ്റ് വീടുകളിൽ ഈ മഴക്കാലത്ത് പോയി എഴുതുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. അപ്പോൾ അപ്രായോഗികമായ ഒരു ടാസ്ക് കൊടുത്തപ്പോൾ അവർക്ക് പ്രായോഗികമായ ഒരു കാര്യം എടുത്തു. ചുരുക്കത്തിൽ ജനങ്ങൾക്ക് വട്ടായി. അപ്പൊ എന്തായാലും അവരെ നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല, BLOമാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവർക്ക് വീട്ടിൽ പോകാനുള്ള സമയമില്ല. എന്നാൽ ഇത് എല്ലാവരും പകൽ സമയത്ത് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് എല്ലാവരും ഓപ്പൺ ചെയ്യുന്നതാണ്. ഒരുപാട് ആളുകൾ, രാജ്യത്തുള്ള ഒരുപാട് ആളുകൾ ഓപ്പൺ ചെയ്യുന്നതാണ്. ഈ സമയത്ത് ഈ BLO ഇത് ഓപ്പൺ ചെയ്യണം. അപ്പൊ BLOയ്ക്ക് ഇന്ന് സമയമില്ല. അങ്ങനെ സുഹൃത്തിനെ വീട്ടിൽ വിട്ടു. സുഹൃത്ത് വട്ടായതിനു ശേഷം സുഹൃത്ത് നേരെ കളക്ടറെ വിളിക്കുന്നു. കളക്ടറെ വിളിച്ചപ്പോൾ കളക്ടർ ഓഫീസിൽ നിന്ന് അവിടുത്തെ വേറൊരു ഇതിന് ചുമതലയുള്ള എടുക്കുന്ന വേറൊരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുന്നു. ആ ഉദ്യോഗസ്ഥൻ പക്ഷേ വളരെ മാന്യനും സത്യസന്ധനുമായിട്ടുള്ള സർവേ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരു നല്ല മിടുക്കനായ ഒരു ആളാണ്. കാരണം സുഹൃത്ത് പറഞ്ഞു അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല, എന്തായാലും ഫോണിൽ വിവരം കിട്ടിയല്ലോ. ആ സുഹൃത്ത് പറഞ്ഞു താങ്കൾ 2002 എവിടെ താമസിച്ചു എന്ന് പറയുക, അതിന്റെ അടുത്തുള്ള ഒരു ബൂത്തിന്റെ പേര് പറയുക, അത് വെച്ച് ഞാനൊന്ന് സെർച്ച് ചെയ്യട്ടെ. ഇല്ലെങ്കിൽ അദ്ദേഹം മുമ്പൊക്കെ എവിടെയൊക്കെ താമസിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ സെർച്ച് ചെയ്യണം. ഭാര്യ എവിടെയൊക്കെ താമസിച്ചിരുന്നു എന്നുള്ളത്, ഭാര്യ കല്യാണത്തിന് മുമ്പ് താമസിച്ചിരുന്ന വീട്, കല്യാണം കഴിച്ചതിന് ശേഷം ഭർത്താവുമായി വാടകയ്ക്ക് താമസിച്ചിട്ട് എത്ര വീടുണ്ടോ, ഇതെല്ലാം സെർച്ച് ചെയ്യണം. അപ്പൊ പിന്നെ ഭാഗ്യവശാൽ അദ്ദേഹത്തിന് ആ സുഹൃത്ത് താമസിച്ചിരുന്ന 2002 താമസിച്ച വീട്ടിന്റെ തൊട്ടടുത്തുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്നെടുത്ത ഒരു സ്കൂളിന്റെ ബൂത്ത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് കിട്ടിയതുകൊണ്ട് പിന്നെ ഭാര്യയുടെ പേര് തൊട്ടടുത്ത നമ്പറുണ്ട്. അത് വീണ്ടും ഈ കളക്ടറേറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉടനെ അതും എടുത്തുകൊണ്ട് വീണ്ടും സ്കൂളിൽ BLO അടുത്ത് ചെന്നപ്പോൾ BLOയും അത് വാങ്ങി BLO അത് ക്രോസ് ചെക്ക് ചെയ്തു. പിന്നെ BLOയ്ക്ക് സമയം ഉണ്ടായിരുന്നു. BLO ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ ഈ പേര് തന്നെയാണ്. അങ്ങനെ പൂരിപ്പിച്ചു കൊടുത്തു. ഇത് എത്ര പേർക്ക് പറ്റും? എത്ര പേർക്ക് കഴിയും? ഇതിവിടെ ആദിവാസികളും പട്ടികവർഗക്കാരും തീരദേശത്തുള്ളവരും മത്സ്യത്തൊഴിലാളികളും നിരക്ഷരരും എല്ലാം ആളുടെ ഒരു മഹാഭൂരിപക്ഷം വരുന്ന ജനത എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുക? ആരാണ് ഈ ഫോം ഡിസൈൻ ചെയ്തത്? അയാൾക്ക് പിടിച്ചത് സമാധാനത്തിനും ധീരതയ്ക്കും അവാർഡ് കൊടുത്തിട്ട് ഊളംപാറ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മാനസിക ആശുപത്രിയിൽ കൊണ്ട് ട്രീറ്റ്മെന്റ് കൊടുക്കണം. അത് സമാധാനത്തിലുള്ള അവാർഡ് കൊടുക്കണം, ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കണം. ഇങ്ങനെ ഒരു ഫോം ഡിസൈൻ ചെയ്തതിന്. കാരണം 2002 SIR 2002 നടന്നതെന്ന് ആളുകൾ ഊഹിച്ചോണം. ഫോറത്തിലില്ല. അല്ലെങ്കിൽ അടുത്ത പേജിലോട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണ്ടേ, 2002 SIR ഉണ്ടായത്, അന്ന് നിങ്ങളുടെ പേരുണ്ടെങ്കിൽ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ. മണിയമ്പിള്ള രാജു കഴിഞ്ഞ ദിവസം പിന്നെ കെ മുരളീധരനോട് പറഞ്ഞതുപോലെയാണ്, ചാനലിൽ പറഞ്ഞ വീട്ടിൽ പോയി കാണാൻ വോട്ട് ചെയ്യുന്ന പോയപ്പോൾ അതേ രമേശ് ചെന്നിത്തലയോട് ആരോട് പറഞ്ഞതുപോലെയാണ് ഇരിക്കുന്നത്. ബന്ധം എന്ന് പറയുന്ന ആരുടെ ബന്ധം, ആരുമായിട്ടുള്ള ബന്ധം? അങ്ങനെ ഒരു അട്ടർ കൺഫ്യൂഷൻ ഉള്ള ഒരു ഫോറം 2002. ഇനി വേറെ തമാശ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം VM ബിനു എന്ന് പറയുന്ന കോഴിക്കോടുള്ള UDF വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് ഇപ്പൊ വോട്ടില്ലല്ലോ. ഇനി ഈ വർഷത്തെ SIR ഇപ്പോൾ ആണല്ലോ എടുക്കുന്നത്. ഇനി 10 വർഷമോ 15 വർഷമോ കഴിഞ്ഞ് ബിനു ജീവിച്ചിരിക്കുകയാണെങ്കിൽ അന്ന് SIR എടുക്കുകയാണെങ്കിൽ അന്ന് എടുക്കുന്ന തമ്പുറോൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ SIRൽ പേരില്ലാത്തതാണ്. അപ്പൊ അപ്പോഴും ബിനുവിന് വോട്ട് കിട്ടുമോ? ഇതെന്തൊരു നിയമമാണ്? 2002 വോട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് 2024 വോട്ട് തരാമെന്ന്. ഇനി 2002 വോട്ടേഴ്സ് ലിങ്ക് കണ്ടുപിടിച്ചില്ലെങ്കിൽ 2026 വോട്ടില്ല എന്ന്. ഇതെന്ത് ന്യായമാണ്? എന്ത് പൗരാവകാശ ലംഘനമാണ്? എന്ത് ഭരണഘടനാ ലംഘനമാണ്?
ആർട്ടിക്കിൾ 14 21 ഒക്കെ ലംഘിച്ചുകൊണ്ട് എന്ത് ഇലക്ഷൻ കമ്മീഷനാണ്? സോറി ടു സേ, നിങ്ങളെ കുറിച്ച് പറയേണ്ടി വരുന്നതിൽ വളരെ കഷ്ടമുണ്ട്. രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്നത് എത്രയോ ശരിയാണെന്ന് നമുക്ക് തോന്നിപ്പോവും. നിങ്ങൾ മാന്യമായി, ഞാൻ ഇത് പറഞ്ഞ അവസാനം, നിങ്ങൾ 2 കാര്യം ചെയ്താൽ പോരായിരുന്നോ? നിങ്ങൾ എന്തായാലും കഴിഞ്ഞ വർഷം വോട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസും ഫോട്ടോ ഒക്കെ വെച്ച ഫോമാണ് കൊടുക്കുന്നത്. ഓക്കെ, BLO അതാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് BLO ഏതെങ്കിലും BLO തന്നെ വേണം, നിർബന്ധത്തിലെന്നേ. വല്ല NCC, NSS, നാഷണൽ സർവീസ് സ്കീം, SPC, അല്ലെ വോളണ്ടിയർ, ഹരിതകർമ്മസേന, ആരെടുത്തെങ്കിലും പഞ്ചായത്തിൽ കൊടുത്തിട്ട് എല്ലാ വീടുകളിലും കൊണ്ട് കൊടുക്കാൻ പറയുക. അടുത്ത ദിവസം കളക്ട് ചെയ്താൽ മതിയല്ലോ. വീട്ടിൽ കൊണ്ട് കൊടുക്കുമ്പോൾ എന്താ വേണ്ടത്? ആ വീട്ടിൽ ജീവിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവർ ആധാരം മറ്റു കാര്യങ്ങൾ തരിക, മരിച്ചവരുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അറിയാൻ പറ്റും, എന്തായാലും അറിയാൻ പറ്റും. പിന്നെ എന്താണ്, പുതിയ ആളുകളുണ്ടോ? 2 കാര്യം അറിഞ്ഞാൽ പോലെ. അല്ലെങ്കിൽ BLO തന്നെ പോട്ടെ, ബാക്കിയുള്ളവരെ വിട്ടേക്കുക. BLO തന്നെ വീട്ടിൽ പോട്ടെ. വീട്ടിൽ പോകുമ്പോൾ എന്താ അറിയേണ്ടത്? 2 കാര്യം. നിലവിൽ ഈ ആളുകൾ ജീവിച്ചിരിപ്പുണ്ടോ? ഓക്കെ, ആ ഫോറം എടുത്തു, അതിന്റെ ഡീറ്റെയിൽസ് എഴുതി ജീവിച്ചിരിപ്പുണ്ട്. ആ ആളുകളുടെ ആധാർ ഇനി മേടിച്ചു. മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് വെട്ടി, അപ്പോഴേ ഫോം വെട്ടിക്കളഞ്ഞു. ഉടനെ തന്നെ പുതിയ ആരെങ്കിലും വന്നിട്ടുണ്ടോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് വോട്ട് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഓക്കെ, അപ്പൊ 2000 കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് വോട്ടുള്ള എല്ലാവർക്കും ആദ്യം വോട്ട് കൊടുക്കുക. അതിൽ മരിച്ചവരെ മാത്രം എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് പുതിയ ആളുകൾ ആരെങ്കിലും പ്രായം 18 വയസ്സായെങ്കിൽ അവർക്ക് വോട്ട് കൊടുക്കുക. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ സിമ്പിളായി ചെയ്യാവുന്ന ഒരു കാര്യത്തെ കലക്കി കോംപ്ലക്സ് ആയി 2002 എവിടെ ജീവിച്ചിരുന്നു, എവിടെയാണ് വോട്ട് ചെയ്തതെന്ന് കണ്ടുപിടിച്ചു. അതിന്റെ ബൂത്ത് നമ്പരും പിന്നെ നിയോജക മണ്ഡലത്തിന്റെ പേര്, ബൂത്ത് നമ്പർ, അതിന്റെ പാർട്ടി നമ്പർ എല്ലാം എഴുതി. പിന്നെ ഇനി അന്ന് വോട്ടില്ലാത്ത പിള്ളേരായി ജനിച്ചവർക്ക് ഇന്ന് വോട്ട് വേണമെങ്കിൽ കഴിഞ്ഞ ഇലക്ഷനിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും, അതാണ് തമാശ, ഈ രാജ്യം എങ്ങോട്ടാ പോണത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും 2002 വോട്ട് ചെയ്തവരുടെ ബന്ധുക്കൾ ആരെങ്കിലും, അച്ഛനും അമ്മയോ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ബന്ധം വയ്ക്കണം. ഇനി അച്ഛനും അമ്മയോ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, എത്രയോ പേരുടെ അച്ഛനും അമ്മയോ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ ആരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വയ്ക്കണം. ഏത് നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്? എന്താ പറയുക? ആരെയാ കുറ്റം പറയുക? എന്തായാലും ആ സുഹൃത്ത് പറഞ്ഞു, BLOമാരിൽ ചിലർ ഇങ്ങനെ ഒരു നിലപാടെടുത്തെങ്കിലും പിന്നെ BLO തന്നെയാണ് സഹായിച്ചത്. ജില്ലാ കളക്ടറേറ്റിൽ വിളിച്ചപ്പോൾ കളക്ടർ ഓഫീസിലിരുന്ന, കളക്ടറുടെ ഓഫീസിൽ, കളക്ടർ ക്യാബിനിലല്ല, കളക്ടർ ഓഫീസിലുണ്ടായിരുന്ന അവിടെയുള്ളവർ വളരെ നന്നായി സഹായിച്ചു. അതുകൊണ്ട് പാവപ്പെട്ട ആ കുടുംബത്തിന് 4 പേർക്ക് വോട്ട് കിട്ടും. എത്ര പേർക്ക് എങ്ങനെ വോട്ട് കിട്ടും എന്നുള്ളതാണ്. ഇതിനിടയിലാണ് ഇലക്ഷൻ കമ്മീഷൻ വേറൊരു പ്രഖ്യാപനം കൂടെ നടത്തി. അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് ഇന്നലത്തെ എല്ലാ പത്രത്തിലും ഉണ്ടായിരുന്നു. എന്താ പ്രഖ്യാപനം? നിങ്ങൾ 1ാമത്തെ ബ്ലോക്ക് മാത്രം ഫില്ല് ചെയ്താലും വോട്ടേഴ്സ് നഷ്ടമാകില്ല. പിന്നെ എന്തിനാണ് ഈ 2-3 ബ്ലോക്ക്? അപ്പോഴാണ് അത് BLOയോട് ചോദിച്ചപ്പോഴും ബന്ധപ്പെട്ടവരോട് ചോദിച്ചപ്പോഴും സുഹൃത്തിന് കിട്ടിയ മറുപടി, അങ്ങനെ പത്രത്തിൽ വന്നെങ്കിലും ഇലക്ഷൻ കമ്മീഷണർ പറഞ്ഞെങ്കിലും നിങ്ങളെ ഹിയറിങ്ങിന് വിളിക്കും. അടുത്ത കുരിശ്. ഞങ്ങൾ കിട്ടുന്ന പേരുകളെല്ലാം ടൈപ്പ് ചെയ്ത് കയറ്റുമ്പോൾ എല്ലാ കോളവും കറക്റ്റ് ആയില്ലെങ്കിൽ നിങ്ങളെ ഹിയറിങ്ങിന് വിളിക്കുമെന്ന്. ചുരുക്കത്തിൽ ഒരു മഹാപാപമാണ് ഇന്ത്യൻ ജനതയോടും കേരള സമൂഹത്തിലും ഈ SIR ചെയ്യുന്നത്. നമ്മൾ പാവികളാണല്ലോ, ജനാധിപത്യത്തിൽ പാപം ചെയ്തവരാണല്ലോ കൂടുതൽ ജനങ്ങൾ. കാര്യം ഈ ആട്ടും പറ്റങ്ങളെ പോലെ പോയി വോട്ട് ചെയ്യുന്നുണ്ടല്ലോ പറയുന്നപ്പോഴല്ലേ എല്ലാ പേക്കൂത്തുകൾക്കും. എന്തായാലും കൊള്ളാം, നടക്കട്ടെ. സ്പെഷ്യലായിട്ട് തന്നെ, ഇൻറ്റൻസീവായിട്ട് തന്നെ റിവിഷൻ നടക്കട്ടെ. ഇത്രയും പറഞ്ഞത് സോറി ടു സേ.